السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. الحمد لله الذي وكفى والصلاة والسلام على نبي المصطفى وعلى آله وأهل صدقه والوفاء أما بعد. إذا كان هذا كافرا جاء ذمه وتبت يداه في الجحيم مخلدا أتى أنه في يوم الاثنين دائما يخفف عنه للسرور بأحمدا فما ظن بالعبد الذي طول عمره بأحمد مسرورا وماتوا موحدا. ഏറ്റവും സ്നേഹബഹുമാന ആദരവ് നിറഞ്ഞ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തുവരുമാറാവട്ടെ. നാം ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളും നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് ഖബറിലേക്ക് ഇതിൻ്റെ സവാബ് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധവും പവിത്രവുമായ പരിശുദ്ധമാക്കപ്പെട്ട പുണ്യ റബീഉൽ അവ്വൽ മാസമാണ് നമ്മളിലേക്ക് സമാഗതമാവാനിരിക്കുന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മാനസികമായും ശാരീരികമായിട്ടൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ ആ മുത്തിൻ്റെ പേരിൽ ഒരുങ്ങി തയ്യാറായ ഒരു അവസരത്തിലാണ് ഇന്ന് നാം കാണുന്നത്. നമുക്കറിയാം, 4 സമയങ്ങളിലാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അട്ടഹസിച്ചുകൊണ്ട് കരഞ്ഞത്. ഈ ഒരു സംഭവം പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അട്ടഹസിച്ച് കരഞ്ഞ 4 സന്ദർഭം. അതൊന്ന്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹു തആല ശപിക്കപ്പെട്ടപ്പോഴാണ് ഇബ്ലീസ് അട്ടഹസിച്ച് കരഞ്ഞത്. രണ്ടാമതായി കൊണ്ട് ഇബ്ലീസിനോട് ഭൂമിയിലേക്ക് അള്ളാഹു പുറപ്പെടാൻ, ഭൂമിയിലേക്ക് പോകണമെന്ന് ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് രണ്ടാമതായി കൊണ്ട് അട്ടഹസിച്ച് കരഞ്ഞത്. മൂന്നാമതായിക്കൊണ്ട് അട്ടഹസിച്ച് കരയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടപ്പോഴാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അട്ടഹസിച്ച് കരയുന്നത്. നാലാമതായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ അവതരിപ്പിച്ചപ്പോഴാണ്, ഫാത്തിഹ അവതീർണമായപ്പോഴാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അട്ടഹസിച്ച് കരഞ്ഞത്. ഈ 4 സന്ദർഭങ്ങളിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാതെ അട്ടഹസിച്ച് കരഞ്ഞിട്ടുണ്ട് എന്ന് പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടപ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വല്ലാതെ അട്ടഹസിച്ചു കരഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം, ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസമാണ് വരാനിരിക്കുന്നത്. ഒരുപാട് ആശയങ്ങൾ, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു ജന്മദിനത്തെ വികൃതമാക്കുന്ന രൂപത്തിലുള്ള ആശയങ്ങളും അത് പ്രചരിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രസ്താവനകളൊക്കെ ഇനി നമ്മൾ കേൾക്കാനും കാണാനും അറിയാനിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ബലാ മുസീബത്തിലൊന്നും നാം പെട്ടുപോകാൻ പാടില്ല. നബിദിനം ആഘോഷിക്കണം. അതുപോലെ തന്നെ നബിദിനം ആഘോഷിക്കുന്നതിൻ്റെ വിധി എന്താണ്? പൂർവിക നബിദിനം ആഘോഷിച്ചിട്ടുണ്ടോ? എന്തിനാണ് നബിദിനം എന്നിങ്ങനെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു ജന്മദിനത്തെ അവഹേളിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളും പ്രസ്താവനകളൊക്കെ ഇനി ഇറങ്ങും. അല്ലാഹു തആല അത്തരത്തിലുള്ള ബലായിലൊന്നും നമ്മൾ പെടുത്താതിരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇബ്ലീസ് ദുഃഖിച്ച് കരഞ്ഞതായ ഈ 4 സന്ദർഭങ്ങൾ എപ്പോഴും നമ്മൾ ഓർമ്മയിലുണ്ടായിരിക്കണം. അപ്പോൾ നബിദിനത്തിൽ, റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ ദുഃഖിക്കുന്ന ആളുകളൊക്കെ ഇബ്ലീസിൻ്റെ അനുയായികളാണെന്ന് പ്രത്യേകം നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതായ ഒരു വിഷയമാണ്. അതുപോലെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഫാത്തിഹ സൂറത്തിൻ്റെ ആ ഒരു ഇറക്കം, അതും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അട്ടഹസിച്ച് കരഞ്ഞ ഒരു സന്ദർഭമാണെന്ന് പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കൈപിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുക. ആ നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്, ല അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ നഫ്സി. നബിയെ, എൻ്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയോടാണ് എന്ന് ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തിരിച്ചു പറയുന്നുണ്ട്, ലാ വല്ലദി നഫ്സി ബിയദി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക. പോരാ ഉമറേ, നിങ്ങളുടെ ഈമാൻ പൂർണ്ണമായിട്ടില്ല. നിങ്ങളുടെ ശരീരത്തെക്കാളും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ മുഅ്മിനാകൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പം നമ്മളെക്കാൾ
എല്ലാ വസ്തുക്കളെക്കാളും, മക്കളെക്കാളും, ഭാര്യയെക്കാളും, ബന്ധപ്പെട്ടവരെക്കാളൊക്കെ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈമാൻ തന്നെ എന്താവൂല, പൂർണ്ണാവൂല എന്നാ. ഫഇന്നഹു അൽആന ലഅൻ തഹബ്ബു ഇലയ്യ മിൻ നഫ്സി. അത് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ തങ്ങൾ നബിയെ, എന്നാൽ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ എൻ്റെ ശരീരത്തെക്കാളൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന നബി അങ്ങയാണെന്ന് ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു. അപ്പോഴാണ് റസൂലുള്ളാഹി അൽ ആന യാ ഉമർ, ഉമറെ ഇപ്പോഴാണ് ഞങ്ങൾ പൂർണ്ണമായും മുഅ്മിനായത്. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടം വെക്കൽ നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്, മാത്രമല്ല നമുക്ക് നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ അതിലൊന്നും ആശങ്കപ്പെടാനോ അതിലൊന്നും സംശയിക്കാനോ ഒരു കാരണവശാലും ഇടവരാൻ പാടില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണല്ലോ മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ ഒരു സ്വപ്നം കാണുകയുണ്ടായി. ആരെയാണ് സ്വപ്നം കാണുന്നത്? ഇബ്നു അബ്ബാസ് തങ്ങൾ സ്വപ്നം കാണുന്നത് അബൂലഹബിനെയാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആന് തൻ്റെ ഇരുകരങ്ങളും നശിച്ചു പോകട്ടെ എന്ന് ആക്ഷേപിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പോലും ആക്ഷേപിച്ച അബൂലഹബിന് സ്വപ്നം കണ്ടു. എന്നിട്ട് ചോദിക്കണം, മഹാലുക്, എന്താണ് അബൂലഹബിൻ്റെ അവസ്ഥ? അപ്പോൾ അബൂലഹബ് പറഞ്ഞു, ഫിന്നാരി, ഞാൻ നരകത്തിലാണ്. ഇല്ല അന്ന യുഖഫഫു അന്നി കുല്ല ലൈലത്തിൽ ഇത്നൈനി, എന്നാൽ എനിക്ക് ഒരാശ്വാസമുള്ളത് എല്ലാ തിങ്കളാഴ്ച ദിവസവും വഅമുസ്സു മിൻ ബൈനി ഇസ്ബഇ മാഅൻ ബിഖദ്രി ഹാദാ, എൻ്റെ വിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ വെള്ളം എനിക്ക് ലഭിക്കാറുണ്ട്. അതെനിക്ക് വലിയ ആശ്വാസമാണ്. വഅന്ന ദാലിക ബിഇതാകിൽ ത്വയ്ബത ഇൻദമാ ബശറതനി ലിവിലാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഇർദിഅഹ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് ഞാൻ സന്തോഷിച്ചതിൻ്റെ പേരിലാണ് എല്ലാ തിങ്കളാഴ്ച ദിവസവും എനിക്ക് ആ ഒരു ശുദ്ധമായ വെള്ളം കുടിപ്പിക്കപ്പെടുന്നതെന്ന് അബൂലഹബ് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ സ്വപ്നത്തിൽ അത് പറയുകയുണ്ടായി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു കൊടുത്ത സംഭവമാണത്. അപ്പോൾ നോക്കണം, അബൂലഹബിന് പോലും മുത്തനബിയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചതിൻ്റെ പേരിൽ എന്തുണ്ട്? ശിക്ഷയുടെ വിഷയത്തിൽ ഇളവുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ മഹാനായ ദിമഷ്ക് റളിയല്ലാഹു തആല മൗലിദ് സ്വാദിഫി മൗലിദിൽ അദ്ദേഹം പറയുന്നത് കാണാം. ഇദാ കാന ഹാദാ കാഫിറൻ ജാഅദമു വതബ്ബത് യദഹു ഫിൽ ജഹീമി മുഖല്ലദാ, വിമർശനം വന്ന കൈകൾ നശിച്ചു. മാത്രമല്ല നരകത്തിൽ സ്ഥിരവാസിയായ അബൂലഹബിന് പോലും എന്തുണ്ട്? അബൂലഹബ് കാഫിറാണെങ്കിലും അഹമ്മദ് നബിയെ കൊണ്ട് സന്തോഷിച്ചതിൻ്റെ പേരിൽ എല്ലാ തിങ്കളാഴ്ച ദിവസവും അവന് ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. ഫമാൻ ബിൽ അബ്ദില്ലദി തൂല ഉംരി ബി അഹ്മദ മസ്റൂറൻ വമാത മുവഹദാ, എങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കുകയും തൗഹീദോടുകൂടി മരിക്കുകയും ചെയ്ത് നമ്മൾക്ക് തീർച്ചയായിക്കൊണ്ടും പ്രതിഫലം കിട്ടുമെന്നുള്ളത് എന്താണ് സംശയം? തീർച്ചയായിക്കൊണ്ടും അത് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അബൂലഹബിന് നരകത്തിൽ വെള്ളം ലഭിക്കാനുള്ള കാരണം നബിദിനം ആഘോഷിക്കുന്നവർക്ക് പ്രതിഫലം ഉറപ്പാണ് എന്നതിനൊക്കെ തെളിവാണിത്. കാഫിറിന് പോലും റസൂലുള്ളാഹിന്റെ പേരിൽ ജന്മദിനം കൊണ്ട് സന്തോഷത്തിൻ്റെ പേരിൽ ഗുണമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നുള്ളതാണ്. അല്ലാഹു തആല ആ മുത്തനബി കണ്ടതുപോലെ സ്നേഹിക്കാനും ഇഷ്ടം വെക്കാനും വരുന്ന റബീഉൽ അവ്വൽ മാസം ഒരുപാട് സ്വലാത്തുകളും സലാമുകളും മദഹുകളും പറയുവാനും എല്ലാം നന്മയായ കാര്യങ്ങൾ കൊണ്ട് മുത്തനബി ഇഷ്ടപ്പെടാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.